ഇന്നത്തെ ചോദ്യം, വചനപ്രഘോഷണത്തിൻ്റെ ആവശ്യം നീ എപ്പോൾ മനസ്സിലാക്കും? എന്താണ് ചോദ്യം? വചനപ്രഘോഷണത്തിൻ്റെ ആവശ്യം നീ എപ്പോൾ മനസ്സിലാക്കും? അല്ലെങ്കിൽ ഒരു ധ്യാനം കൂടേണ്ടതിൻ്റെ ആവശ്യം നീ എപ്പോൾ മനസ്സിലാക്കും? കൺവെൻഷന് പോകേണ്ട, ധ്യാനത്തിന് പോകേണ്ടതിൻ്റെ ആവശ്യം എപ്പോൾ മനസ്സിലാക്കും? അതേതാണ് സമയം എന്നാണ് ചോദ്യം. നമ്മൾ ചില ആളുകൾ പറയാറുണ്ട്, പോണ വെച്ച സമയമായിട്ടില്ല, ധ്യാനത്തിന് പോകണം, സമയമായിട്ടില്ല. എപ്പോൾ മനസ്സിലാക്കും? ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു ചേട്ടന് ധ്യാനം കൂടേണ്ടതിൻ്റെ ആവശ്യം താനും ധ്യാനം കൂടണം, വീട്ടുകാരെയൊക്കെ ധ്യാനം കൂടിക്കണം എന്നതിൻ്റെ ആവശ്യം മനസ്സിലാകുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് സുവിശേഷം. അത് ലാസറിൻ്റെയും ധനവാന്റെയും ഉപമയാണ്. എപ്പോഴാണ് ധനവാന് ധ്യാനം കൂടിയാൽ നന്നായിരിക്കും എന്ന് തോന്നിയത്? നരകത്തിൽ കിടക്കുമ്പോൾ അയാൾക്ക് തോന്നുകയാണ്, എൻ്റെ വീട്ടുകാരൊക്കെ ഒരു ധ്യാനം കൂടിയിരുന്നെങ്കിൽ നല്ലതാണ്. അതുകൊണ്ട് അബ്രാഹത്തോട് പറയാണ്, ലാസറിനെ വെറുതെ അങ്ങനെ മടിയിൽ കിടത്താതെ ലാസറിന് വേഗം ഒരു കൺവെൻഷന് വേണ്ടി എൻ്റെ വീട്ടിൽ, എൻ്റെ തറവാട്ടിൽ അനിയന്മാരും ചേട്ടന്മാരൊക്കെ കള്ളു കുടിച്ച് നടക്കുകയാണ്, അവർക്ക് ഒരു കൺവെൻഷന് വേണ്ടിയിട്ട് ലാസറിനെ പറഞ്ഞു വിടണം എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴാണ് അയാൾക്ക് അത് മനസ്സിലായത്? നരകത്തിൻ്റെ ഭീകരത അനുഭവിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു തുള്ളി, ആദ്യം അദ്ദേഹം പറയുന്നത് ലാസറിനൊന്ന് പറഞ്ഞു വിട്, ആ കയ്യിൽ വിരലിൽ ഒരു തുള്ളി വെള്ളമെങ്കിലും എൻ്റെ നാവി തൊട്ട് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട് എന്ന് പറയുന്ന ആ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഭീകരമായ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത് ധ്യാനത്തിന് കൂടണം, വചനം പ്രഘോഷിക്കപ്പെടണം എന്നൊക്കെ മനസ്സിലായത്. പ്രിയപ്പെട്ടവർ, അമ്മ ത്രേസ്യയുടെ ജീവിതത്തിലും സമാനമായ ഒരു ദർശനം നമ്മൾ വായിക്കുന്നുണ്ട്. അമ്മ ത്രേസ്യക്ക് നരകത്തിൻ്റെ ദർശനമുണ്ടായതിന് ശേഷം പിന്നെ അമ്മ ത്രേസ്യയുടെ ജീവിതം വ്യത്യസ്തമാണ്. അമ്മ ത്രേസ്യ ഈ നരകത്തിൻ്റെ ദർശനത്തിന് ശേഷം അമ്മ ത്രേസ്യയുടെ തീഷ്ണത, മിഷണറി പ്രവർത്തനത്തിൻ്റെ തീഷ്ണത വർദ്ധിക്കുകയാണ്. അതിനുശേഷമാണ് അമ്മ ത്രേസ്യ പുരുഷന്മാരുടെ ഒരു കോൺഗ്രിഗേഷൻ, സഭ, കർമ്മലീത്ത സഭ പുരുഷന്മാർക്ക് വേണ്ടി കൂടെ നവീകരിക്കപ്പെടണം, അവർ ലോകമെങ്ങും പോയി എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കണം എന്നൊക്കെയുള്ള തീരുമാനം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകമായി ഇന്ന് മനസ്സിൽ എടുക്കാനുള്ളൊരു ചിന്ത ഇതാണ്: ഈ ഭൂമിയിൽ ധനവാൻ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചാൽ, അവൻ ധ്യാനം കൂടാൻ പോയില്ല, അവൻ വചനം കേൾക്കാൻ പോയില്ല എന്ന് മാത്രമല്ല, അവൻ ദൈവരാജ്യത്തിനു വേണ്ടി ഒന്നും ചെയ്തില്ല. അവൻ്റെ പണവും അവൻ്റെ സൗകര്യവും ഒക്കെ അവൻ ആർക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത്? അവന് തന്നെ തിന്നു കുടിച്ച് സുഖിച്ച് ജീവിക്കുന്നതിന് വേണ്ടി അവൻ്റെ സമ്പത്തും അവൻ്റെ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചു എന്നതാണ്, അതിനുവേണ്ടി മാത്രം അവൻ ഉപയോഗിച്ചു എന്നതാണ് അവൻ ചെയ്ത തെറ്റ്. അവൻ വേറെ എന്തെങ്കിലും പാപം അല്ലെങ്കിൽ കൽപ്പനകൾ ലംഘിച്ചതായി പറയുന്നില്ല. അവൻ തിന്നുകുടിച്ച് സുഖിച്ച് ജീവിച്ചു മരിച്ചു, അവൻ നരകത്തിൽ പോയി. അപ്പോൾ അവൻ ചെയ്ത തെറ്റെന്താണ്? അവൻ്റെ സമ്പത്ത് അവൻ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിച്ചില്ല. അവൻ ജീവിച്ചിരുന്നപ്പോൾ ഒരു കൺവെൻഷൻ നടത്താനായിട്ട് അവൻ പരിശ്രമിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിച്ചിരുന്നപ്പോൾ അവൻ്റെ സഹോദരന്മാരെ ഒരു ധ്യാനത്തിന് കൊണ്ടുപോവാൻ അവൻ അധ്വാനിച്ചില്ല. മരിച്ച് നരകത്തിൽ കിടക്കുമ്പോഴാണ് അവന് സഹോദരന്മാരെ കുറിച്ച് ചിന്ത വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യേശുവിനെ അറിയാത്തവരെ കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടാകണം. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈശോയെ കിട്ടാത്തവർ, ധ്യാനങ്ങളില്ലാത്തവർ, അല്ലെങ്കിൽ ഒരു ദിവ്യബലി അർപ്പിക്കാൻ ഒരു ദേവാലയമില്ലാത്തവർ, ഒരു ധ്യാനം കൂടാൻ ഒരു ധ്യാനകേന്ദ്രമില്ലാത്തവരൊക്കെ കുറിച്ച് നമുക്ക് ചിന്തയുണ്ടാവുകയും അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയും, ഈശോയെ അറിഞ്ഞിട്ടില്ലാത്തവർ ഈശോയെ അറിയാനും സ്നേഹിക്കാനും ആരും ഇനി നരകത്തിൽ പോകരുത്. എന്തുകൊണ്ടാണ് ധനവാൻ നരകത്തിൽ കിടക്കുമ്പോൾ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് ലാസറിനെ പറഞ്ഞു വിടാൻ പറയുന്നത്? അവൻ ആഗ്രഹമുണ്ട് അവർ ഈ നരകത്തിൽ വരരുത് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഒരു ആഗ്രഹം ഉണ്ടാകണം, ആരും നശിച്ചു പോകരുത്. ഹല്ലേലൂയ. എല്ലാവരും രക്ഷ പ്രാപിക്കണം. ഉച്ചത്തിൽ വിളിക്കുക, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ആ ചിന്ത ഈശോയുടെ ചിന്തയാണ്. ആരും നശിച്ചു പോകാതെ
എല്ലാവരും രക്ഷ പ്രാപിക്കേണ്ടതിനായിട്ടാണ് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അവിടുന്ന് ലോകത്തെ സ്നേഹിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ പിതാവിൻ്റെ ചിന്തയാണ്, പുത്രൻ്റെ ചിന്തയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെയും ചിന്ത. അതായി തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധമായി ബലി നമുക്ക് അർപ്പിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരുടെ രക്ഷയെ പ്രതി കരുതലില്ലാതെ ജീവിച്ച സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിലെ യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ 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 ഈശോയേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.